നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് സ്വാഗതം. ഇത് മഴക്കാലമാണ്. മഴക്കാലത്ത് ഓരോ കാലങ്ങൾക്കും അതിൻ്റെതായ ചില ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെല്ലാം മടിപിടിച്ച് ചൂട് ചായയും എല്ലാം കുടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അതെ, മഴക്കാല രോഗങ്ങളും ഒത്തിരി അധികം ഉണ്ട്. പക്ഷെ മഴക്കാല രോഗങ്ങളുണ്ട്, ആ സമയത്ത് നേരിടേണ്ട കുറെ കാര്യങ്ങളുണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും മഴയെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവർക്കും മഴയെ ഇഷ്ടമാണ്. മഴ കാത്തിരിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഴയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. എന്നാൽ ഈ സമയത്ത് മഴ മാറി പേമാരിയായി അത് കൃഷിക്കും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ മഴയ്ക്കൊരു ഭീകരത അനുഭവപ്പെടാറുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ ഒരു റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രണയം തോന്നുന്നവർക്ക് മാത്രമല്ല റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് അടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു റൊമാൻറ്റിക് നേച്ചർ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ റൊമാൻറ്റിക് ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്നും ഇഷ്ടമുള്ള ഒരു പ്രക്രിയ തന്നെയാണ് അല്ലേ, ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ മഴക്കാലത്ത് പക്ഷെ നമ്മൾ പേടിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ മഴക്കാലത്തിന്റെ ഒരു രമണീയതയും സൗന്ദര്യവും ഒക്കെ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളം ഉരുൾപൊട്ടലിന്റെ ഒരു വലിയ ഭീഷണിയിൽ തന്നെയാണ് മഴക്കാലത്ത്. പ്രത്യേകിച്ചും കേരളത്തിൽ 10 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് 4.5 ലക്ഷത്തോളം ഏക്കർ സ്ഥലങ്ങൾ ഭൂമി ഉരുൾപൊട്ടലിന് വിധേയമാണ്, സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചെറിയ ചില കണക്കുകൾ ഇന്ന് നമ്മൾ സംസാരിച്ചു പോകാം. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി സാരി ബൊട്ടിക്സാണ് തൈക്കോടത്തിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ സാരിയും വ്യത്യസ്തമായിട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാഞ്ചീപുരം സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല വെറൈറ്റീസ് ഉണ്ട്. കോർവയാണ് മെയിൻ ട്രഡീഷണൽ സാരി. ട്രഡീഷണലാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇപ്പോൾ സോഫ്റ്റ് സാരീസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് യങ്സ്റ്റേഴ്സിനും പിന്നെ കുറേ വണ്ണമുള്ള ആൾക്കാർക്ക് സോഫ്റ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് സാരീസും ചെയ്യുന്നുണ്ട്. ഓരോരോ സാരിയും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. ഒരു സാരി എക്സ്ക്ലൂസീവായിട്ട് ഒരു സാരി ചെയ്ത് പിന്നെ രണ്ടാമത്തെ അത് ചെയ്യാറില്ല. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വന്നിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് വേറെ ഡിസൈൻസിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ട്രഡീഷണൽ ഡിസൈൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. കോർവൈ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമാണ്. അതിൽ ഡബിൾ കളറുണ്ട്, കോൺട്രാസ്റ്റ്, പ്യുവർലി കോൺട്രാസ്റ്റ്. കാഞ്ചീപുരം സാരി മെയിൻ കോൺട്രാസ്റ്റാണ്. അതിൽ കളേഴ്സും ഡിസൈനും നമ്മൾ ഒന്നൊന്നും പറയുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമർ പറയുമ്പോൾ അതനുസരിച്ചാണ് നമ്മളിത് ചെയ്തു കൊടുക്കാറുണ്ട്. ഓരോരോ സാരിയും കസ്റ്റമർ എന്തൊക്കെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അതേ തന്നെ ചെയ്തു കൊടുക്കും. ഒരു സാരി നെയ്യാൻ തന്നെ ഞാൻ പോയി ഇരുന്ന് തരിയിൽ നിന്ന് ചെയ്തിട്ടാണ് വരണേ.
പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് 2 സാരിയിലാണ് തുടങ്ങിയത്. ഞാൻ ഹസ്ബൻഡ് ഓഫീസിൽ ഒരു ഫ്രണ്ട്, നീ എന്തിന് ഒരു ജോലിക്ക് പോകണ്ട, ഇവിടെ നിന്ന് ഒരു സാരീൻ്റെ ഞങ്ങളുടെ ഫാമിലി നെയ്ത്ത് ഫാമിലിയാണ്. അപ്പോൾ നെയ്ത്ത് ഫാമിലിയിൽ നിന്ന് അവിടെ നിന്ന് സാരി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരു 2 സാരി കൊണ്ടുവന്ന് ഹസ്ബൻഡ് ഓഫീസിൽ കൊടുത്തു. അവരെല്ലാവർക്കും ഇഷ്ടമായിട്ട് അവരെല്ലാവരും പറയാൻ തുടങ്ങി. അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 10-15 വർഷമായിട്ട് പയ്യെ ചെയ്തു. ഓരോരോ കസ്റ്റമർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമായിട്ട് അവർ വേറെ ഒരു കസ്റ്റമർ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ബ്രദറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അപ്പോൾ ഓരോരോ സാരി നമ്മൾ ചെയ്ത് വരുമ്പോൾ കസ്റ്റമർ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ ഒരാളെടുത്ത് പറയാറുണ്ട്. ആ കസ്റ്റമറാണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ആൾ വന്ന് പറഞ്ഞ് ഇന്നൊരാൾ വന്ന് പറഞ്ഞ് കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോരോ വെഡ്ഡിങ് സാരിയും കുട്ടികളുടെ ഇഷ്ടത്തിന് ആ കുട്ടികളുടെ ഡിസൈൻ, കുട്ടികളുടെ കളർ കോമ്പിനേഷൻ മെയിനാണ്. കാഞ്ചീപുരം സാരീസിലെ കളർ കോമ്പിനേഷൻ മെയിനാണ്. അത് ഓരോരോ കസ്റ്റമറും പറയുന്ന പോലെ നമ്മൾ നെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇവിടെ വെച്ചിട്ടുണ്ട് അവരുടെ ഇഷ്ടത്തിലുള്ള ഡിസൈൻ. ഒരു സാരി നെയ്താൽ പിന്നെ ഞാൻ വേറെ സാരി ഡിസൈൻ മാറ്റിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഓരോരോ സാരി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കസ്റ്റമർ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആ കല്യാണത്തിനൊന്ന് വേറെ ഒരു കസ്റ്റമർ പറയും ഇത് എവിടെ നിന്നാണ് എടുത്താണ്. അപ്പോൾ അവർ പറയും. അപ്പോൾ അങ്ങോട്ട് നിന്ന് തന്നെ നമ്പർ വിളിച്ച് അവിടെ നിന്ന് തന്നെ കുറേ കസ്റ്റമർ നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ കസ്റ്റമറിന് എൻ്റെ ഒരു ഭയങ്കര വിശ്വാസമാണ്. ഒരു സാരി എടുത്തു പോയാൽ പിന്നെയും അവർ എടുക്കാൻ നമ്മളോട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ സാരി അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഉള്ളത് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ അതെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു 10-15 വർഷം കഷ്ടപ്പെട്ട് ഒന്നൊന്നായിട്ട് വന്ന് കസ്റ്റമർ അങ്ങോട്ട് എല്ലാം മൗത്ത് ടു മൗത്താണ് എല്ലാ കസ്റ്റമേഴ്സും. നമ്മുടെ കഷ്ടപ്പാട് ഒരുപാടുണ്ട് ഇതിനകത്ത്. അതേപോലെ വ്യൂവേഴ്സ് ആയാലും നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ്. എല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്ത് തരുകയും ചെയ്യും. കസ്റ്റമർ കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം എന്നെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് കരുതുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫാമിലിയുടെ ഫങ്ഷൻസ് എല്ലാത്തിനും നമ്മൾ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി എല്ലാ ഫങ്ഷനും അറ്റൻഡ് ചെയ്യാറുണ്ട്. ബ്രദറാണ് ഇതെൻ്റെ നെയ്യുന്ന കൊണ്ട് നമ്മൾ എന്ത് കളറും ഡിസൈനും പറഞ്ഞാലും നമുക്ക് അത് നെയ്യുന്ന കൊണ്ടാണ് എനിക്ക് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ബ്രദറും എൻ്റെ വ്യൂവേഴ്സും ഫുൾ സപ്പോർട്ടാണ്. വ്യൂവേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്തു തരും. ഞാൻ അവിടെ പോയി ഇരുന്ന് ഓരോരോ സാരി നെയ്താണ് കൊണ്ടുവരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. എക്സ്ക്ലൂസീവായിട്ട് അവർ പറയുന്ന അത്രയും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ മെയിൻ കോർവ സാരിയാണ്. ആ കോർവ സാരി എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റാണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഒരു കളർ, ബോർഡർ ഒരു കളർ, മുന്താനിയും ബ്ലൗസും ഒറ്റ കളർ. അത് വെച്ച് പിടിപ്പിക്കുന്നതാണ്. അത് ഡബിൾ ലേബേഴ്സാണ് നമുക്കത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും ഒരു കോസ്റ്റ്ലിയാണ്. പിന്നെ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്ലേച്ചർ പട്ടിട്ടിട്ടാണ് നമ്മൾ 1-ാം തരം പട്ടിട്ടിട്ടാണ് ചെയ്യുന്നുണ്ട്. പിന്നെ ജറിയുടെ ക്വാളിറ്റി പണ്ടാണെങ്കിൽ 6G 60 സിൽവർ ആയിരുന്നു. ഇപ്പോൾ അത്ര ഇല്ല. ഇപ്പോൾ ഉള്ള ക്വാളിറ്റി വെച്ചാൽ 4G 40 സിൽവറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് സിൽക്ക് അടുത്തതായിട്ട് വരുന്നത് ഈ കാഞ്ചീപുരത്തിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് പണ്ടത്തെ വെറൈറ്റി ആണെങ്കിൽ ഗം ഫിനിഷിംഗ് ആണ്. ഗം ഫിനിഷിംഗ് പറഞ്ഞാൽ അത് കുറച്ച് നല്ല സ്റ്റഫും നല്ല അഴുത്തം ഉണ്ടാവും. 2 ഇഴ വെച്ചിട്ട് വാർപ്പും വെപ്റ്റും ഡബിൾ ഇഴയാണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജറിയുടെ ക്വാളിറ്റിനാണ് നമ്മൾ നല്ല ക്വാളിറ്റി വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ കുറച്ച് വേറെ വെറൈറ്റീസൊക്കെ വരാറുണ്ട്. പക്ഷേ അത് വില വളരെ കുറവാണ്. അത് ഒരു വേറെ വെറൈറ്റി, ഇതൊരു വെറൈറ്റി. കാഞ്ചീപുരം പറഞ്ഞാൽ ഇതാണ് മെയിൻ. നമ്മുടെ ഓരോരോ കാഞ്ചീപുരം സാരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും. ഒരു മിനിമം ഒരു 600 ഗ്രാംസ് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ മാക്സിമം ഒരു കല്യാണ സാരിയൊക്കെ പറഞ്ഞാൽ 900 ഗ്രാംസ് 1 kg വരെ പോകാറുണ്ട്. പക്ഷേ ഏറ്റവും അഴുത്തമുള്ള സാരിയാണ് കാഞ്ചീപുരത്തിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയാറുള്ളത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഫ്റ്റ് വേണമെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോഴാണ് ആ സോഫ്റ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഗം ഫിനിഷിംഗ് ആണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഫ്റ്റ് വേണമെന്ന് പറയുന്നതുകൊണ്ട് പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് സോഫ്റ്റാക്കി കൊടുക്കാറുണ്ട്. കസ്റ്റമറുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഗം ഫിനിഷിംഗ് വേണം ഇല്ല സോഫ്റ്റ് ഫിനിഷിംഗ് വേണമെന്ന് പറയും. അപ്പോൾ ചില കുട്ടികൾക്ക് നല്ല വെയിറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അതുപോലെ ചെയ്തു തരും. ചില കസ്റ്റമേഴ്സ്ക്ക് സോഫ്റ്റ് മതിയെന്ന് പറയുമ്പോൾ അവർക്ക് അതുപോലെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാഞ്ചീപുരത്തിൽ പല വെറൈറ്റീസ് ഉണ്ട്. കാഞ്ചീപുരം സാരീസിൽ തന്നെ പ്യോർ ജറിയുണ്ട്, മറ്റേ ജറിയുണ്ട്, HF ജറിയുണ്ട്. നമ്മൾ പ്യോർ ജറി കൂടുതൽ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ റേറ്റ് വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി നല്ലത് കാഞ്ചീപുരം സാരീസാണ്.
നമ്മൾ തുടങ്ങിയത് ചെറിയതായിട്ടാണ് തുടങ്ങിയത് അത് പക്ഷേ കസ്റ്റമർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർ ഏതൊരു ഫംഗ്ഷനായാലും ഇപ്പം കൂടുതൽ കാഞ്ചീപുരം സാരീസാണ്. ചെറിയ പാർട്ടീസൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ ചെറിയ പാർട്ടിക്ക് തന്നെ കസവ് ഇല്ലാത്തത് കൊടുക്കാറുണ്ട്, ത്രെഡ് വർക്ക് കൊടുക്കാറുണ്ട്, പ്ലെയിനിൽ ബ്രൊക്കേറ്റ് ബ്ലൗസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കാഞ്ചീപുരം സാരി എപ്പോഴും കാഞ്ചീപുരം സാരി തന്നെ, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. കാഞ്ചീപുരം സാരിയാണ് സാരികളുടെ രാജാവ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോൻ പറഞ്ഞാൽ അവരിപ്പോൾ 1ാം ക്ലാസ്സിലാണ്. അവന് വരെ നമ്മുടെ സാരിയൊക്കെ എടുത്ത് വെച്ചാലും അതെടുത്ത് വെക്കാനും ഇത് എന്താണ് ഏതാണെന്ന് ചോദിക്കാനും മോൾക്ക് വലിയ ഇഷ്ടമാണ്. അവളിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ പഠിച്ച് വരാറുണ്ട്. അവൾക്ക് ഈ ഫീൽഡിലുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ എന്നാലും അവൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ച് പോട്ടെ, അത് പഠിച്ച് പോയിട്ട് നമ്മൾ ഏതുവരെ എത്തുന്നുണ്ട് എത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ ആ ഒരു ഫീൽഡിൽ വരാണെങ്കിൽ വരട്ടെ. പക്ഷേ ഈ ഫീൽഡ് ബെസ്റ്റ് ഫീൽഡാണ്. ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം ശരിക്കും കിട്ടുന്നുണ്ട്. എനിക്ക് ഫാമിലിയും എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടി കൊണ്ടുവന്നത് കാരണം ഞാൻ റോഡ് സൈഡിൽ വെച്ചില്ല. നമുക്ക് അകത്ത് വെച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയും നോക്കാം, ഷോപ്പും നോക്കാം. പക്ഷേ ഞാൻ നല്ല സാരി കൊടുക്കുന്നത് കൊണ്ടാണ് റോഡ് സൈഡിൽ ഇല്ലെങ്കിലും അകത്തെ എൻ്റെ കസ്റ്റമർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഫോൺ സംസാരിച്ച് വഴി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായാലും ചോദിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നെയ്ബേഴ്സ് ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓട്ടോ ചേട്ടനായാലും കയറുന്ന സ്ഥലത്തിൽ തന്നെ ലക്ഷ്മി സാരിയാണ് വേഗം കൊണ്ടുവന്ന് ഇങ്ങോട്ടാക്കി തരും. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പക്ഷേ എല്ലാവരും അന്വേഷിച്ച് നല്ല സാധനം കിട്ടുന്നതുകൊണ്ട് ട്രിവാൻഡ്രം തൊട്ട് കോഴിക്കോട്, തിരുവല്ല, തൃശ്ശൂർ, പാലക്കാട്, ഇന്നലെ പാലക്കാടിൽ വരെ വന്നു. അവിടെ അന്ന് കോയമ്പത്തൂർ അടുത്താണ്. പക്ഷേ എന്നാലും സാരീസ് ഇവിടെ നല്ലത് വീവ് ചെയ്ത് തരുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സാരി എക്സ്ക്ലൂസീവായിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അന്വേഷിച്ച് അവർ ഞങ്ങൾ പോയി ചോദിച്ച് ഓരോരോ കസ്റ്റമർക്ക് അവർ പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓടിപ്പോയി എത്തിച്ചിട്ട് അവർ വഴിയും കൊണ്ട് കാണിക്കുകയും ചെയ്യും, ഓടിപ്പോയി വിളിച്ചിട്ട് വരവും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് മെയിനാണ്. അവർ പറയുന്ന പോലെ എന്താണ് പറഞ്ഞാൽ അവർ അതുപോലെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ ക്ഷമയോടുകൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണെന്ന് അറിയോ, അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നെ. എത്ര പറഞ്ഞാലും ക്ഷമയോടെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അവർക്ക് മേടിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ അതുപോലെ പെരുമാറുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരം വളരാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഉള്ളിലോട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും എവിടെ നിന്ന് ആൾക്കാരായാലും, ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായാലും, ഈവൻ ഫിലിം സ്റ്റാർസ് വരെ വരാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സിമം ഇല്ല എനിക്ക് ഇന്ന ലക്ഷ്മി സാരീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റും. കുറച്ച് ആൾക്കാർക്ക് മാക്സിമം ഒരുവിധം എല്ലാവർക്കും അറിയാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആ ചേച്ചി ഉടുത്തിരുന്ന സാരി നല്ലതായിരുന്നു, എനിക്കൊന്ന് അതേപോലെ ചെയ്തു തരാമോ? ഇല്ല, ഒരു സാരി ഉടുത്തില്ല പിന്നെ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വേറെ ഡിസൈൻ പറയും, ഞാൻ ചെയ്തു തരാമെന്ന് പറയും. പിന്നെ അതുപോലെ വേറെ ഡിസൈൻ പറഞ്ഞാൽ അവർക്ക് അത് ചെയ്ത് കൊടുത്ത ഒരു എക്സ്ക്ലൂസീവ് ആയിരുന്നു. അപ്പോൾ ആ എക്സ്ക്ലൂസീവ് അവരുടെ അടുത്ത് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഡിസൈൻ കാണിച്ചു, വേറെ ഡിസൈൻ അവരെ മാറ്റി വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ പട്ട് തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും, ആ നൂലിൻ്റെ സോഫ്റ്റ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് ഒരു നൂല് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഒരു കത്തിച്ച് നോക്കിയാൽ പറ്റും, അത് ഒരു മുടിയുടെ മണം ഉണ്ടാവും. പിന്നെ ജരിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഷൈനിങ് ഉണ്ടാവും. ആ ഷൈനിങ് ഉണ്ടാവും. ആ ഒരു ടെസ്റ്റ് ചെയ്താലേ ശരിക്കും ക്വാളിറ്റിയുടെ വ്യത്യാസം അറിയാൻ പറ്റും. ചിലവർ ഇങ്ങനെ നൂല് വലിച്ചെടുക്കാൻ പറ്റും, അതിനകത്ത് ഒരു റെഡ് നൂൽ വരും, അതും കൂടി കാണുമ്പോൾ ചിലവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഉടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗമ. എനിക്ക് കസ്റ്റമർ പറഞ്ഞാൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര കസ്റ്റമറെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ലിസ്റ്റ് തന്നെ വേണം. ഒരുപാട് മാഡം വന്ന് എനിക്ക് ഒരുപാട് എല്ലാവരും ഇപ്പോൾ എന്നെ ഒരു ഫംഗ്ഷനക്ക് വിളിക്കും. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള എറണാകുളത്തിൽ ഏതൊരു ഫംഗ്ഷൻ അവരെ വെച്ചാലും എന്ത് വെച്ചാലും നമ്മളെ വിളിച്ചിട്ട് ലക്ഷ്മി വരണമെന്ന് പറയും. നമ്മൾ പോയില്ലെങ്കിൽ അവർ അടുത്ത ദിവസം പിണങ്ങും. നമുക്ക് അതുകൊണ്ട് ഞാൻ എന്തൊരു പണിയായാലും ഇവിടെ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ എത്തിയിരിക്കും. എത്തിയിരുന്നാലും അവിടെ പോയാലും എല്ലാവരും ലക്ഷ്മിയുടെ സാരിയാണ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോരു സന്തോഷം ഉണ്ടറിയോ. അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എൻ്റെ സ്വന്തം ചേച്ചി, എല്ലാവരും മിക്കവാറും ഞാൻ ചേച്ചിനെ വിളിക്കണം. അതുകൊണ്ട് എൻ്റെ ചേച്ചിമാർക്കൊക്കെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നന്ദി പറയണം. അത്രയ്ക്കും എൻ്റെ കസ്റ്റമർ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എൻ്റെ പിള്ളേരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണെന്നല്ല, എല്ലാവർക്കും ആ ജീവനാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് പിള്ളേർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. എല്ലാം നമ്മുടെ ഒരുപാട് ചെയ്ത് വരുന്നുണ്ട്.